everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിലത്തെ 15th എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി 14 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ എസ്പെഷ്യലി എപ്പിസോഡ് വൈസ് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ഒറ്റ എപ്പിസോഡും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. കാരണം ഒരു വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് നെക്സ്റ്റ് വീഡിയോ. അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് പ്രാക്ടീസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് കാണാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എപ്പോഴാണ് ഒരു സെൻറ്റൻസിൽ ഹാഡ് ബീൻ യൂസ് ചെയ്യുക. ഹാഡ് ബീൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ ഹാഡ് വെച്ചിട്ട് എങ്ങനെ സെൻറ്റൻസ് ഫോം ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഫോം ചെയ്യാം, നെഗറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫോം ചെയ്യാമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഞാൻ അതൊന്നും കൂടി പറയാം, കഴിഞ്ഞ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് വെച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അവൾ ചിരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറഞ്ഞേ? അപ്പൊ അവൾ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഷീ ആണ്. അപ്പൊ ഷീ ഹാഡ്, അതായത് ഹാഡ് എന്താണ്? അവിടുത്തെ ഓക്സിലറി വേർബാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. അപ്പൊ ഷീ ഹാഡ്, പിന്നെന്താണ്? വേർബിന്റെ തേർഡ് ഫോം എന്ന് പറഞ്ഞു. അപ്പൊ ലാഫ്ഡ് എന്താണ്? വേർബ്, അതായത് വേർബ് ഏതാണ്? ലാഫ് ആണ്. അതിന്റെ തേർഡ് ഫോം എന്താണ്? ലാഫ്ഡ് എന്നാണ്. അപ്പൊ എന്താ നമ്മൾ പറയാ? ഷീ ഹാഡ് ലാഫ്ഡ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവൾ ചിരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അവൾ ചിരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെങ്ങനെ നമ്മൾ പറഞ്ഞത്? ഷീ ഹാഡ് നോട്ട് ലാഫ്ഡ് എന്ന് പറഞ്ഞു. ആ ഹാഡിന്റെ അപ്പുറത്ത് എന്താ നമ്മൾ ആഡ് ചെയ്തത്? നോട്ട് ആഡ് ചെയ്തു. ഇനി നമ്മൾ അവൾ ചിരിച്ചിട്ടുണ്ടായിരുന്നോ എന്നെങ്ങനെയാ ചോദിച്ചത്? അപ്പോൾ അവൾ ചിരിച്ചിട്ടുണ്ടായിരുന്നോ എന്നെങ്ങനെ നമ്മൾ പറഞ്ഞത്? ഷീ ഹാഡ് ലാഫ്ഡ് എന്ന് പറഞ്ഞു. അപ്പൊ ചിരിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഷീ ഹാഡിനെ മറിച്ചിടുക. അപ്പൊ എങ്ങനെയാ പറയാ? ഹാഡ് ഷീ ലാഫ്ഡ് എന്ന് പറഞ്ഞാൽ അവൾ ചിരിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ എങ്ങനെയാണ് പഠിച്ചത്? നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് സെന്റൻസ് എങ്ങനെ പറഞ്ഞത്? അതായത് അവൾ ചിരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറഞ്ഞത്? ഷീ ഹാഡ് നോട്ട് ലാഫ്ഡ് എന്ന് പറഞ്ഞു. ഇനി അവൾ ചിരിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നതാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പൊ അതെങ്ങനെ നമ്മൾ ചോദിക്കുക? അപ്പൊ ഷീ ഹാഡ് നോട്ട് എന്നുള്ളതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹാഡ് നോട്ട് സ്റ്റാർട്ടിങ്ങിൽ എഴുതാം, അത് കഴിഞ്ഞ് ഷീ എഴുതാം. അപ്പൊ നമ്മളിങ്ങനെ വായിക്കുക, ഹാഡിൻറ്റ് ഷീ ലാഫ്ഡ് എന്ന് ചോദിച്ചാൽ അവൾ ചിരിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്നായി. അപ്പൊ ഹാഡ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സെന്റൻസ് ഫോം ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാഡ് ബീൻ ആണ്. അപ്പൊ നമ്മൾ ഹാഡ് ബീൻ എപ്പോഴാണ് ഉപയോഗിക്കുക? അപ്പൊ നമ്മൾ ഈസി ആയിട്ട് ആലോചിച്ച് വെച്ചാൽ മതി. നമുക്കിപ്പോൾ മലയാളത്തിൽ പറയണം, അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോക്കെ, അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് ക്ലിയർ ആണ് ആ ഒരു കാര്യം, അതായത് അതിലെ പ്രവൃത്തി നമ്മൾ ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. അത് കുറച്ചു നേരത്തെ മുൻപ് ചെയ്തൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് ചെയ്തതായിരിക്കാം, ആഴ്ചകൾക്ക് മുൻപ് ചെയ്തതായിരിക്കാം, എന്തുമാവാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആ ഒരു പ്രവൃത്തി നമ്മൾ ഇപ്പൊ ചെയ്യുന്നില്ല. അറ്റ് ദ മൊമെന്റ് നമ്മൾ ആ പ്രവൃത്തി ഇപ്പൊ ചെയ്യുന്നില്ല, ചെയ്തുകൊണ്ടിരിക്കില്ല. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സെന്റൻസ് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാഡ് ബീൻ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഫോമാറ്റ്: സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വേർബ്. അതായത് വേർബിന്റെ ഒപ്പം ഒരു ING ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെയാ പറയാ? അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നപ്പൊ നമ്മൾ എങ്ങനെ പറയാം? അപ്പൊ സബ്ജക്റ്റ് എഴുതാം. പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? സബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ഷീ ആണ്. അപ്പൊ ഷീ ഹാഡ് ബീൻ. ഇവിടുത്തെ വേർബ് എന്താണ്? സിംഗ് ആണ്, പാടുക എന്നാണ്. അപ്പൊ അതിന്റെ ഒപ്പം ING എഴുതാം. അപ്പൊ ഷീ ഹാഡ് ബീൻ സിംഗിങ്. ഇനി അവൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ നമ്മളത് പറയാം? ഹീ ഹാഡ് ബീൻ ക്ലീനിങ്. ക്ലീനിങ് എന്ന് വന്നത് എന്തുകൊണ്ടാണ്? വൃത്തിയാക്കുക എന്ന് പറയുന്നത് ക്ലീൻ ആണ്, അതിൻ്റെ ഒപ്പം നമ്മൾ ING ആഡ് ചെയ്യുക. അപ്പൊ എന്തായി? ക്ലീനിങ്. ഇനി റോസി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ നമ്മൾ പറയാം? അപ്പോൾ റോസി ഹാഡ് ബീൻ, കരയണതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്?
ക്രൈ ആണ്. അപ്പൊ അതിന്റെ ഒപ്പം ഐ ജി. റോസി ഹാഡ് ബീൻ ക്രൈയിങ് എന്നായി. ഇനി നമുക്ക് പറയണം ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? അപ്പൊ ഞാൻ എന്ന് പറയാം, നമുക്കിപ്പോ സബ്ജക്റ്റ് പറയാനൊക്കെ എല്ലാതും അറിയാം. ഹി, ഷീ, ഐ, യു, വി, ദേ ഒക്കെ എപ്പോഴാ പറയാ, അതിന്റെ മലയാളം മീനിങ് ഏതാണെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പോ ഇവിടെ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഐ ആണ്. അപ്പൊ ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ഐ എഴുതണം, അത് കഴിഞ്ഞ് ഹാഡ് ബീൻ എഴുതണം, അത് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടുത്തെ പ്രവൃത്തി എന്താ? വരയ്ക്കുക എന്നാണ്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് എന്താ? ഡ്രോ ആണ്. അതിന്റെ ഒപ്പം നമ്മൾ ഐ എൻ ജി യൂസ് ചെയ്യുമ്പോൾ ഡ്രോയിങ് എന്നായി. അപ്പോൾ ഐ ഹാഡ് ബീൻ ഡ്രോയിങ് എന്നായി. നീ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എങ്ങനെയാ അത് പറയാ? അപ്പൊ നീ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് യു ആണ്. അപ്പൊ യു ഹാഡ് ബീൻ പ്ലേയിങ്. അപ്പൊ നീ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ നമ്മളിപ്പോ പഠിച്ചില്ലേ. ഇനി അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയാ? അവർ എന്ന് പറയുമ്പോൾ ദേ. അപ്പൊ ദേ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഹാഡ് ബീൻ യൂസ് ചെയ്തു. ദേ ഹാഡ് ബീൻ. അന്വേഷിക്കുക എന്താണ്? സെർച്ച് ആണ്. അപ്പൊ അതിന്റെ ഒപ്പം ഐ എൻ ജി എഴുതാ. ദേ ഹാഡ് ബീൻ സെർച്ചിങ്. ഇനി നമുക്ക് പറയണം ഞങ്ങൾ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ നമ്മൾ പറയാ? ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി ഹാഡ് ബീൻ. ഇവിടുത്തെ പ്രവൃത്തി എന്താ? നീന്തുക എന്നാണ്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് എന്താണ്? സ്വിം ആണ്. അതിന്റെ ഒപ്പം ഐ എൻ ജി ആഡ് ചെയ്യുക. അപ്പൊ വി ഹാഡ് ബീൻ സ്വിമ്മിങ്. ഇനി നമ്മൾ ഈ പറഞ്ഞ സെന്റൻസുകളൊക്കെ നമ്മൾ നെഗറ്റീവ് സെന്റൻസ് ആക്കാൻ പോവാ. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സെന്റൻസ് നമ്മൾ എങ്ങനെ അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നിങ്ങനെ പറയാ? അപ്പോ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ നമ്മൾ പറഞ്ഞേ? ഷീ ഹാഡ് ബീൻ സിംഗിങ് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? ഷീ ഹാഡ് കഴിഞ്ഞിട്ട് നമ്മളൊരു നോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഷീ ഹാഡ് കഴിഞ്ഞിട്ട് നോട്ട് എഴുതി, അത് കഴിഞ്ഞ് ബീൻ എഴുതി, അത് കഴിഞ്ഞ് എന്താണ്? വേർബ് പ്ലസ് ഐ എൻ ജി ഫോമിൽ എഴുതി. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഷീ ഹാഡ് നോട്ട് ബീൻ സിംഗിങ് എന്ന് പറഞ്ഞു. ഷീ ഹാഡ് നോട്ട് ബീൻ സിംഗിങ് എന്നുള്ള സെന്റൻസിൽ നമുക്ക് ഈ ഹാഡ് നോട്ടിനെ ഒന്നും കൂടി ഷോർട്ട് ആക്കിയിട്ട് ഹാഡിൻറ്റ് എന്ന് പറയാം. നമ്മൾ വാസ് നോട്ടിന്റെ വാസന്റ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ പറയേണ്ടത്? ഹാഡിൻറ്റ് എന്നാണ്. അതായത് ഷീ ഹാഡിൻറ്റ് ബീൻ സിംഗിങ് എന്നാവും. മനസ്സിലായില്ലേ? അപ്പൊ ഇനി അടുത്ത എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെ നമ്മൾ നെഗറ്റീവ് ആക്കാൻ പോവാ. അവൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറയാ? അപ്പൊ അവൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ നമ്മൾ പറഞ്ഞേ? ഹി ഹാഡ് ബീൻ ക്ലീനിങ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എങ്ങനെ നമ്മൾ പറയാ? ഹി ഹാഡിൻറ്റ് ബീൻ ക്ലീനിങ് എന്ന് പറയാം. ഇനി റോസി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ നമ്മൾ പറയാ? റോസി ഹാഡ് നോട്ട് ബീൻ ക്രൈയിങ് എന്ന് പറയാം. അതായത് റോസി ഹാഡിൻറ്റ് ബീൻ ക്രൈയിങ് എന്നും നമുക്ക് പറയാം. ഇനി ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറയാ? ഐ ഹാഡ് നോട്ട് ബീൻ ഡ്രോയിങ് എന്ന് പറയാം. ഇനി നമുക്ക് പറയണം നീ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറയാം? അപ്പൊ നീ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മളെങ്ങനെ പറഞ്ഞേ? യു ഹാഡ് ബീൻ പ്ലേയിങ് എന്ന് പറഞ്ഞു. ഇനി നീ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറയാ? യു ഹാഡ് നോട്ട് ബീൻ പ്ലേയിങ് എന്ന് പറയാം. ഇനി അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറയാ? ദേ ഹാഡ് നോട്ട് ബീൻ സെർച്ചിങ്. ഇനി ഞങ്ങൾ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറയാ? വി ഹാഡ് നോട്ട് ബീൻ സ്വിമ്മിങ്. അതായത് വി ഹാഡിൻറ്റ് ബീൻ സ്വിമ്മിങ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് എങ്ങനെ അത് ചോദ്യങ്ങളാക്കാന്ന് നോക്കാം. അതായത് ആദ്യം പറഞ്ഞ സെന്റൻസ് അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സെന്റൻസിൽ നമ്മൾ കുറച്ചുകൂടി മാറ്റം വരുത്തിയിട്ട് ഒരു ചോദ്യമാക്കാൻ പോവാണ്. അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കണം. അപ്പൊ അതെങ്ങനെ പറയാ? അപ്പൊ അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞേ? ഷീ ഹാഡ് ബീൻ സിംഗിങ് എന്ന് പറഞ്ഞു. ഇനി ഇതൊരു ചോദ്യമാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഹാഡ് ബീൻ എന്നല്ല അവിടെ എഴുതിയാണ്. അപ്പൊ ആ ഷീ ഹാഡിനെ നമ്മൾ സ്വാപ്പ് ചെയ്യുക, അതായത് തിരിച്ചിടാം. അപ്പോൾ എങ്ങനെ നമ്മൾ പറയാ? ഹാഡ് ഷീ ബീൻ സിംഗിങ് എന്ന് ചോദിച്ചാൽ എന്താണ്? അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. ഇനി നമ്മൾ അടുത്ത് പറഞ്ഞ എക്സാമ്പിൾ, അവൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്നെങ്ങനെ ചോദിക്കുക? അപ്പൊ എങ്ങനെ പറയാ? ഹാഡ് ഹി ബീൻ ക്ലീനിങ് എന്ന് ചോദിക്കുക. ഇനി ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നെങ്ങനെ ചോദിക്കുക? ഹാഡ് ഐ ബീൻ ഡ്രോയിങ് എന്ന് ചോദിക്കാം. ഇനി നമുക്ക് പറയണം നീ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കണം. അപ്പൊ നീ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ നമ്മൾ പറഞ്ഞേ? യു ഹാഡ് ബീൻ പ്ലേയിങ് എന്ന് പറഞ്ഞു. അപ്പൊ യു ഹാഡിനെ നമ്മൾ മറിച്ചിടാം. അപ്പൊ എങ്ങനെ വായിക്കുക?
ഹാഡ് യു ബീൻ പ്ലേയിങ് എന്നായി. ഇനി അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കുക? അപ്പൊ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ എങ്ങനെ പറഞ്ഞേ? ദേ ഹാഡ് ബീൻ സെർച്ചിങ്. അപ്പൊ ദേ ഹാഡിനെ മറിച്ചിട, ഹാഡ് ദേ ബീൻ സെർച്ചിങ് എന്നായി. ഇനി നമുക്ക് പറയണം ഞങ്ങൾ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കണം. അപ്പൊ ഞങ്ങൾ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറഞ്ഞേ? വി ഹാഡ് ബീൻ സ്വിമ്മിങ് എന്ന് പറഞ്ഞു. അപ്പൊ വി ഹാഡിനെ നമ്മൾ മറിച്ചിടാം. അപ്പൊ എങ്ങനെ പറഞ്ഞേ? ഹാഡ് വി ബീൻ സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണ് അർത്ഥം. ഇനി നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് പറയണം അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കണം. അപ്പൊ അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറഞ്ഞത് നമ്മള്? ഷീ ഹാഡ് നോട്ട് ബീൻ സിംഗിങ് എന്ന് പറഞ്ഞു. ഇനി അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്ന് പറയാൻ ഷീ ഹാഡ് നോട്ട് എന്നുള്ളത് നമ്മൾ മറിച്ചിടുക, ഹാഡ് നോട്ട് ഷീ ബീൻ സിംഗിങ് എന്നാവും. ഇനി എനിക്ക് പറയണം ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് പറയാ? അപ്പൊ ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറഞ്ഞത്? ഐ ഹാഡ് നോട്ട് ബീൻ ഡ്രോയിങ് എന്ന് പറഞ്ഞു. അപ്പൊ ഐ ഹാഡ് നോട്ട് എന്നുള്ളത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്വാപ്പ് ചെയ്യുക. അപ്പൊ ഹാഡ് നോട്ട് ഐ ബീൻ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്തായി? ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് പറയണം നീ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്ന് പറയണം. അപ്പൊ നീ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ നമ്മൾ പറഞ്ഞത്? യു ഹാഡ് നോട്ട് ബീൻ പ്ലേയിങ് എന്ന് പറഞ്ഞു. അപ്പൊ യു ഹാഡ് നോട്ടിന് മറിച്ചിടാ, ഹാഡ് നോട്ട് യു ബീൻ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ മതി. ഇനി നമുക്ക് പറയണം അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്ന് പറയണം. അപ്പൊ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറഞ്ഞത്? ദേ ഹാഡ് നോട്ട് ബീൻ സെർച്ചിങ് എന്ന് പറഞ്ഞു. അപ്പൊ ദേ ഹാഡ് നോട്ടിനെ മറിച്ചിട, ഹാഡ് നോട്ട് ദേ ബീൻ സെർച്ചിങ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അവർ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ എങ്ങനെയാ അത് ഇംഗ്ലീഷിൽ പറഞ്ഞേ? ദേ ഹാഡ് ബീൻ സ്വിമ്മിങ് എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ഇതിന് ആൻസർ ആയിട്ട് അവർ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്ന് പറയണം. അതുപോലെ തന്നെ അവർ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കണം. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അവർ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്നും ചോദിക്കണം. അപ്പൊ ഈ മൂന്നെണ്ണത്തിന്റെയും ആൻസർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് അത്രയും നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം റിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.